നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കുവൈറ്റ് വിമാനത്താവളത്തിന് നേരെ ഇറാന്റെ ഡ്രോൺ ആക്രമണം. ഇന്ത്യക്കാരൻ മരിച്ചു, 63 പേർക്ക് പരിക്ക്, 7 പേരുടെ നില ഗുരുതരം. ശക്തമായി അപലപിച്ചു കുവൈറ്റ്. നിർത്തിവെച്ച കുവൈറ്റ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം ഭാഗികമായി പുനരാരംഭിച്ചു. നെടുമ്പാശ്ശേരിയിൽ നിന്നും ബഹ്റിനിലേക്കുള്ള വിമാനം റദ്ദാക്കി. നവകേരള യാത്രയിലെ മർദ്ദനത്തിൽ കേസ് അട്ടിമറിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നുവെന്ന് SIT റിപ്പോർട്ട്. തെളിവുകൾ നശിപ്പിച്ചു. ഉദ്യോഗസ്ഥർക്കെതിരെയും അന്വേഷണം വേണമെന്ന ആവശ്യം. മുഖ്യമന്ത്രിയുടെ ബസ്സിന് നേരെ കല്ലേറുണ്ടായി എന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ വാദം കളവെന്നും റിപ്പോർട്ട്. ഡൽഹി മാളവ്യ നഗറിലെ ഹോട്ടലിലെ തീപിടുത്തത്തിൽ 21 മരണം, നിരവധി പേർക്ക് പൊള്ളലേറ്റു. ഭൂരിഭാഗവും വിദേശികൾ. അനുശോചിച്ച് പ്രധാനമന്ത്രിയും ഡൽഹി മുഖ്യമന്ത്രിയും. ലെമൺ ഗ്രീൻ ഹോട്ടലിൽ അനുമതിയില്ലാതെ 25 മുറികൾ പ്രവർത്തിച്ചുവെന്ന് റിപ്പോർട്ട്. കർണാടകയിൽ DK ശിവകുമാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 13 പേർ മന്ത്രിസഭയിൽ. G പരമേശ്വര ഉപമുഖ്യമന്ത്രി. മലയാളികളായ KJ ജോർജ്, UT ഖാദർ എന്നിവരും സിദ്ധരാമയ്യയുടെ മകനും മന്ത്രിസഭയിൽ. ചടങ്ങിൽ പങ്കെടുത്ത് ഹൈക്കമാൻഡ് നേതാക്കൾക്കൊപ്പം മുഖ്യമന്ത്രി VD സതീശനും. പ്രകൃതിയോട് നന്ദിയുള്ളവരാകണമെന്ന് സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവി. സ്നേഹത്തെയും കാരുണ്യത്തെയും മുറുകെ പിടിക്കണമെന്നും അമ്മ. തൃശൂർ ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവം തുടരുന്നു. അമ്മയുടെ അനുഗ്രഹ പുണ്യം തേടി ഭക്തജന പ്രവാഹം. സംസ്ഥാനത്ത് കാലവർഷം നാളെ എത്തും. ഇന്ന് 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ട്രോളിംഗ് നിരോധന സമയക്രമം പരിഷ്കരിക്കണമെന്നും വരൾച്ചാ പാക്കേജുകൾ പ്രഖ്യാപിക്കണമെന്നും മത്സ്യത്തൊഴിലാളി സംഘടനകൾ. ഇറാൻ US ചർച്ചകൾ സ്തംഭിച്ചതോടെ പശ്ചിമേഷ്യൻ സംഘർഷം അതിരൂക്ഷം. കേഷം ദ്വീപിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിന് പിന്നാലെ കുവൈറ്റ്, ബഹ്റിൻ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ വ്യോമാക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇറാൻ. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേർക്ക് ഇറാൻ സേന നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു, 63 പേർക്ക് പരിക്കേറ്റു. 7 പേരുടെ നില ഗുരുതരമെന്ന് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ന് പുലർച്ചെ 2:30 ബഹ്റിനിൽ അപായ സൈറൺ മുഴങ്ങിയത്. പിന്നാലെ രാജ്യത്തെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് നേരെയും US സൈനിക ബേസ് ലക്ഷ്യമിട്ടും ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ ബഹ്റിൻ ഡിഫൻസ് ഫോഴ്സ് വിജയകരമായി പ്രതിരോധിച്ചുവെന്ന് ബഹ്റിൻ അറിയിച്ചു. ജനവാസ മേഖലകളെ ലക്ഷ്യമിട്ട് നടത്തുന്ന ആസൂത്രിത ആക്രമണങ്ങൾ അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ ലംഘനമെന്ന് ബഹ്റിൻ ഭരണകൂടം അപലപിച്ചു. ആക്രമണങ്ങളെ ഒന്നിച്ച് നേരിടണമെന്നും ഗൾഫ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിലപാട് സ്വീകരിക്കണമെന്നും UAE പ്രസിഡന്റിന്റെ ഉപദേഷ്ടാവ് അൻവർ ഗർഹാഖ് ആവശ്യപ്പെട്ടു. ഭരണമാറ്റത്തിന് ശേഷമുണ്ടായ കൂട്ടത്തോടെയുള്ള സ്ഥലം മാറ്റത്തിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. സഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പവർ ബ്രോക്കർമാരും ദളാൽമാരും കാര്യങ്ങൾ തീരുമാനിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. മാനുഷിക പരിഗണന ഇല്ലാതെയും അന്യായമായും നടത്തിയ സ്ഥലം മാറ്റം റദ്ദാക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. 10 വർഷം നീതി കിട്ടാത്തവർക്ക് സ്വാഭാവിക നീതി നൽകിയെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. ചർച്ചകൾക്കിടയിൽ ബന്ധു നിയമന ആരോപണം ഉയർന്നുവന്നെങ്കിലും മന്ത്രി മറുപടി നൽകിയില്ല. പോലീസിലും ആരോഗ്യവകുപ്പിലും ഉൾപ്പെടെ അവശ്യ സർവീസ് മേഖലയിൽ നടത്തിയ കൂട്ടത്തോടെയുള്ള സ്ഥലം മാറ്റം തികച്ചും രാഷ്ട്രീയ പ്രേരിതമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. സർവീസ് സംഘടനാ നേതാക്കൾ നൽകുന്ന കത്തിന്റെ അടിസ്ഥാനത്തിലാണ് UDF സർക്കാർ സ്ഥലം മാറ്റങ്ങൾ നടത്തുന്നത് എന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് V. ജോയ് ആരോപിച്ചു. അധികാരമേൽക്കുന്നതിന് മുൻപ് സ്ഥലം മാറ്റം നടത്തുന്ന നാണം കെട്ട പണിയാണ് സർക്കാർ ചെയ്തതെന്നും V. ജോയ് പറഞ്ഞു. അധികാരമേൽക്കുന്നതിന് മുമ്പ് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറയുന്നത് അതീവ ഗുരുതരമായിട്ടുള്ള നാണം കെട്ട ഒരു പരിപാടിയാണ് നിങ്ങൾ ചെയ്തതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ സഹോദരി ഭർത്താവിനെ നിയമിച്ചതും V. ജോയ് ഉന്നയിച്ചു. നിങ്ങൾ നിയമനം നൽകുന്നുണ്ട്, നിങ്ങൾ ബന്ധു നിയമനം നൽകുകയാണ്. കേരളത്തിലെ ഒരു മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി അളിയനെ നിയമിക്കുകയാണ്. ഇതെന്ത് നാടാണിത്? മുഖ്യമന്ത്രിയുടെ അഭാവത്തിൽ മറുപടി പറഞ്ഞ സണ്ണി ജോസഫ് ആകട്ടെ V. ജോയ് ഉന്നയിച്ച ബന്ധുനിയമന ആരോപണത്തിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തലങ്ങും വിലങ്ങുമായിരുന്നു ട്രാൻസ്ഫർ എന്നും ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്ത സംഭവം വരെ ഉണ്ടായി എന്നും സണ്ണി ജോസഫ് ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ 10 വർഷക്കാലം യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ ജീവനക്കാരെ തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റുകയായിരുന്നു. ഈ കാലയളവിൽ 1 ഡസനിലധികം തവണ സ്ഥലം മാറ്റപ്പെട്ട ജീവനക്കാരുണ്ട്. 10 വർഷക്കാലം അവിടെ തന്നെ ഒരേ സീറ്റിലിരുന്ന് വേറെ ഇറങ്ങിയവരുണ്ട്. അവരെയൊക്കെ ഒന്ന് തൽക്കാലം ഭരണ സൗകര്യാർത്ഥം മാറ്റേണ്ടതായിട്ട് വരും സർ. അതേസമയം സ്ഥാപിത താൽപര്യക്കാർ സർക്കാർ തലത്തിൽ അഴിഞ്ഞാടുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ചില സ്ഥാപിത താൽപര്യക്കാരെ
അഴിഞ്ഞാടാൻ വിട്ടാൽ എങ്ങനെയാണ് ജനതാൽപര്യം സംരക്ഷിക്കാനാവുക? ഈ രീതിയാണ് തുടരാൻ പോകുന്നതെങ്കിൽ കാണേണ്ടത് അധികാരത്തിൻ്റെ ഇടനാഴികളിൽ പവർ ബ്രോക്കർമാരും ദല്ലാളന്മാരും അധികാരം സ്ഥാപിച്ച് ആധിപത്യം സ്ഥാപിച്ച് വലിയ തോതിലുള്ള അഴിമതിക്ക് വഴിയൊരുക്കുമെന്നതാണ്. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. എൻ്റെ കക്ഷിയും വാക്കൗട്ട് ചെയ്യുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സർക്കാരിനെതിരെ BJP നിയമസഭയിൽ സ്വർണം കട്ടവനാരപ്പ സഹാക്കളാണ് അയ്യപ്പ എന്നായിരുന്നു വിമർശനമെന്നും ഭരണത്തിൽ വന്നപ്പോൾ അതേപ്പറ്റി മിണ്ടുന്നില്ലെന്നും BB ഗോപകുമാർ. കാലങ്ങളായി രണ്ടുപേരും ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്നു. ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കും, പക്ഷേ അത് തെളിയിക്കാനുള്ള ഭരണപരമായ ഉത്തരവാദിത്വം കാണിക്കുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. കഴിഞ്ഞ ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഇപ്പോൾ ഭരണകക്ഷിയായിട്ടിരിക്കുന്നവർ ഈ നിയമസഭയ്ക്കകത്ത് ലോകസഭയ്ക്ക് മുന്നിലും വിളിച്ച ഒരു മുദ്രാവാക്യം, ഒരു പാട്ടുണ്ട്. സ്വർണം കട്ടവൻ ആരപ്പ സഖാക്കളാണേ അയ്യപ്പ. വളരെ വ്യാപകമായി ഈ ഇരിക്കുന്ന നിയമസഭാ സാമാജികർ അടക്കം പാടിയിട്ടുള്ളതാണ്. പക്ഷേ ഒരു നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിക്കപ്പെട്ടപ്പോൾ എന്താണോ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഇവർ ഉന്നയിക്കപ്പെട്ടത്, അത് ഭരണകക്ഷിയായി മാറിയപ്പോൾ അതിനെ സംബന്ധിച്ച് ഒരു നിലപാടും കേരളം കണ്ട ഏറ്റവും ആലപ്പുഴയിലെ വിവാദ രക്ഷാപ്രവർത്തനത്തിൽ ഗൺമാന്മാരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി വിശദമായ വാദം കേട്ടു. ഔദ്യോഗിക കൃത്യനിർവഹണം എന്ന വാദത്തിൽ പ്രതിപക്ഷം ഉറച്ചു നിന്നപ്പോൾ കേസിൽ നരഹത്യാ ശ്രമം ചുമത്തിയതിനെതിരെയും മെഡിക്കൽ റിപ്പോർട്ടിലെ വൈരുദ്ധ്യങ്ങളെയും കോടതി ചോദ്യം ചെയ്തു. വിവാദ രക്ഷാപ്രവർത്തന കേസിൽ പ്രതികളായ 5 ഗൺമാന്മാരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി വിശദമായ വാദം കേട്ടത്. ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി ആണിയം വർഗീസാണ് കേസ് പരിഗണിച്ചത്. ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി സുരക്ഷാ ചുമതല മാത്രമായിരുന്നു തങ്ങൾ നിർവഹിച്ചതെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ പ്രധാന വാദം. കരിങ്കൊടി ഉയർത്തി വാഹനത്തിന് മുന്നിലേക്ക് ചാടിയെടുത്ത പ്രതിഷേധക്കാരിൽ നിന്നും മുഖ്യമന്ത്രിയെ സംരക്ഷിക്കേണ്ട ചുമതല സുരക്ഷാ ജീവനക്കാർക്കായിരുന്നുവെന്നും ആ സമയം മുഖ്യമന്ത്രി വലിയ സുരക്ഷാ ഭീഷണി നേരിടുന്നതായി വ്യക്തമാക്കുന്ന അന്നത്തെ ഇന്റലിജൻസ് റിപ്പോർട്ടും പ്രതിഭാഗം കോടതിയിൽ ഹാജരാക്കി. നിലവിൽ പ്രചരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പൂർണ്ണമല്ലെന്നും മർദ്ദനത്തിന് തൊട്ടുമുമ്പുള്ള കാര്യങ്ങൾ അതിലില്ലെന്നും പരാതിക്കാരും പ്രോസിക്യൂഷനും ഈ വിഷ്വൽസിനെ മാത്രമാണ് ആശ്രയിക്കുന്നതെന്നും പ്രതിഭാഗം ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രിക്ക് സുരക്ഷാ ഭീഷണിയുണ്ടായാൽ വാഹനങ്ങളിൽ നിന്ന് ഇറങ്ങാമെന്നും അക്രമികളെ നേരിടാമെന്നും വ്യക്തമാക്കുന്ന 2011 സർക്കുലറും പ്രതിഭാഗം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അതേസമയം കേസിൽ പ്രതികൾക്കെതിരെ നരഹത്യാശ്രമം ചുമത്തിയതിനെ പ്രതിഭാഗം ശക്തമായി ചോദ്യം ചെയ്തു. കൃത്യമായ തെളിവുകളില്ലാതെയാണ് വകുപ്പ് ചുമത്തിയതെന്നും അടിക്കു മുമ്പ് തലയിൽ കൈവച്ചില്ലായിരുന്നുവെങ്കിൽ മരണം സംഭവിക്കുമായിരുന്നു എന്ന വാദം വെറും ഭാവനാസൃഷ്ടി മാത്രമാണെന്നും പ്രതിഭാഗം വാദിച്ചു. കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിലെ വൈരുദ്ധ്യങ്ങളും പ്രതിഭാഗം ചൂണ്ടിക്കാട്ടി. മെയ് 30 രാവിലെയാണ് SIT കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. എന്നാൽ ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധം പരിശോധിച്ചത് അന്നേ ദിവസം വൈകുന്നേരമാണ്. ആയുധം പരിശോധിക്കുന്നതിന് മുമ്പ് എങ്ങനെ നരഹത്യാശ്രമം ചുമത്തി റിപ്പോർട്ട് നൽകാൻ കഴിയുമെന്നും പ്രതിഭാഗം കോടതിയിൽ ചോദിച്ചു. വാദം കേൾക്കുന്നതിനിടെ കോടതിയുടെ ഭാഗത്തുനിന്നും സുപ്രധാന ചോദ്യങ്ങളും നിരീക്ഷണങ്ങളും ഉണ്ടായി. ഗൺമാന്മാരുടെ ചുമതല മുഖ്യമന്ത്രിയുടെ സുരക്ഷ ഉറപ്പാക്കാൻ മാത്രമല്ലേ എന്നും പുറത്തെ പ്രതിഷേധങ്ങളെ നേരിടാൻ അങ്ങനെ ഒരു പ്രോട്ടോകോൾ ഉണ്ടോ എന്നും കോടതി ചോദിച്ചു. ആദ്യ മെഡിക്കൽ റിപ്പോർട്ടിൽ ഗുരുതര പരിക്കുകൾ ഉള്ളതായി പരാമർശമില്ലെന്നും തലയിൽ ഏതു ഭാഗത്താണ് മുറിവെന്ന് വ്യക്തമല്ലെന്നും കോടതി നിരീക്ഷിച്ചു. സുരക്ഷാ ജീവനക്കാർ പുറത്തിറങ്ങിയത് ജോലിയുടെ ഭാഗമാണെന്നും മർദ്ദിക്കാൻ ഉപയോഗിച്ചത് അവർക്ക് അനുവദിച്ചു നൽകിയ വസ്തുവാണെന്നും പറഞ്ഞ കോടതി മരണം സംഭവിച്ചേക്കാവുന്ന തരത്തിലുള്ള മർദ്ദനമാണെന്ന് ഡോക്ടർമാർ അന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നും ചോദിച്ചു. കേസ് ഈ മാസം 6 വീണ്ടും പരിഗണിക്കും. ഡിജിറ്റൽ തെളിവുകളിൽ വ്യക്തത വരുത്താമെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞതിനെ തുടർന്നാണ് കോടതിയുടെ നടപടി. അമൃത ന്യൂസ്, ആലപ്പുഴ. പ്രതിപക്ഷ ഉപനേതാവ് വിഷയത്തിൽ CPM CPI ചർച്ച പരാജയപ്പെട്ടതോടെ നിലപാട് ശക്തിപ്പെടുത്തി മുന്നണികൾ. ഉപനേതാവ് സ്ഥാനം CPMന് തന്നെയെന്ന് സെക്രട്ടറി MV ഗോവിന്ദൻ പറയുമ്പോൾ കീഴ്വഴക്കം മാറ്റാൻ തയ്യാറാകണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിയുടെ കനത്ത പരാജയത്തിന് പിന്നാലെ മുന്നണിയിൽ ശക്തമായ വിള്ളലുണ്ടാക്കുന്നതിലേക്കാണ് CPIയുടെ നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതാവ് പദവി വേണമെന്ന ആവശ്യം നീങ്ങുന്നത്. CPIക്ക് പ്രതിപക്ഷ ഉപനേതാവ് പദവി നൽകാനാകില്ലെന്ന നിലപാടിൽ നിന്നും ഒരു ഇഞ്ച് പോലും പിൻവാങ്ങാൻ ഇരു പാർട്ടികളുമായി നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തയ്യാറായില്ല. സ്ഥാനമുണ്ടായ കാലം മുതൽ അത് കൈവശം വെക്കുന്നത് CPM ആണെന്ന് അദ്ദേഹം ചർച്ചയിൽ പറഞ്ഞു. പദവി ലഭിച്ചില്ലെങ്കിൽ വിഷമകരമായ മറ്റു തീരുമാനങ്ങളിലേക്ക് പോകേണ്ടി വരുമെന്ന സൂചനയും ചർച്ചയിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം MV ഗോവിന്ദന് നൽകി.
മുന്നണിയുടെ അർത്ഥം മനസ്സിലാക്കാൻ CPM-ന് കഴിയുന്നില്ല. കീഴ്വഴക്കം മാറ്റണമെന്നും ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു. CPM നിലപാട് നിൽക്കുന്നു. രണ്ട് പാർട്ടികൾക്കും ഒരു മാറ്റവുമില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ CPI നിലപാടിൽ CPI നിൽക്കുന്നു, CPM നിലപാട് CPM നിൽക്കുന്നു. CPM ബന്ധത്തെ പറ്റി ഞങ്ങൾക്ക് നിലപാടുണ്ട്. LDF-ൽ അതിൻ്റെ താല്പര്യങ്ങൾക്ക് ആ രാഷ്ട്രീയത്തിന് എത്രമാത്രം പ്രാധാന്യം CPI കൊടുക്കുന്നുണ്ടോ അത്രയും പ്രാധാന്യം CPM കൊടുക്കേണ്ടതാണ്. CPI-യുടെ 8-ഉം RJD-യുടെ 1-ഉം ഉൾപ്പെടെ 35 അംഗങ്ങളാണ് LDF-ന് നിയമസഭയിലുള്ളത്. മുന്നണി മര്യാദയുടെ ഭാഗമായി K. രാജനെ പ്രതിപക്ഷ ഉപനേതാവാക്കണമെന്നാണ് CPI ആവശ്യം. അനുകൂല തീരുമാനം ഉണ്ടാകുന്നതുവരെ പാർലമെന്ററി പാർട്ടി യോഗം വിളിക്കരുതെന്നും CPI ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിയമസഭയിൽ മുന്നണി മാറി ഒറ്റ ബ്ലോക്കായി ഇരിക്കണമെന്നും വേണ്ടെന്നും ഉൾപ്പെടെയുള്ള അഭിപ്രായങ്ങളും പാർട്ടിക്കുള്ളിൽ ഉയർന്നതായാണ് സൂചന. അടുത്ത ദിവസം നടക്കുന്ന CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ CPM-ന്റെ നിഷേധ നിലപാട് ചർച്ചയായേക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തർക്കങ്ങൾ തുടരവേ താരസംഘടനയായ അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. രാവിലെ 10 മണിക്കാണ് യോഗം ആരംഭിച്ചത്. നടി അൻസിബ ഹസൻ, ലക്ഷ്മിപ്രിയക്കെതിരെയും ടിനി ടോമിനെതിരെയും പോലീസിൽ നൽകിയ പരാതികളും സംഘടനയുടെ ഓഫീസ് ജീവനക്കാരി അതുല്യ നൽകിയ പരാതിയും യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയങ്ങളാണ്. 21-ന് ചേരുന്ന ജനറൽ ബോഡി യോഗത്തിനായുള്ള അജണ്ട തയ്യാറാക്കുകയാണ് ഇന്നത്തെ യോഗത്തിന്റെ മറ്റൊരു ലക്ഷ്യം. അതേസമയം മാധ്യമങ്ങളോട് പ്രതികരിക്കരുത് എന്ന് അമ്മ അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡൽഹിയിൽ മാളവ്യ നഗറിൽ ഹോട്ടലിൽ തീപിടുത്തം. വിദേശികൾ ഉൾപ്പെടെ 21 പേരുടെ മരണം സ്ഥിരീകരിച്ചു. നിരവധി പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മാളവ്യ നഗറിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മാളവ്യ നഗറിൽ തീപിടുത്തമുണ്ടായിട്ടുള്ള കെട്ടിടത്തിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം പൂർത്തിയായിരിക്കുകയാണ്. അവിടെ ദേശീയ ദുരന്ത നിവാരണ സേനയും പോലീസും അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്നുകൊണ്ടാണ് രക്ഷാദൗത്യം നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ആ കെട്ടിടം പൂർണ്ണമായും കത്തിയ നിലയിലാണുള്ളത്. കെട്ടിടത്തിന്റെ താഴെ നിലയിൽ പ്രവർത്തിക്കുന്ന റെസ്റ്റോറന്റിന്റെ കിച്ചണിലാണ് ആദ്യഘട്ടത്തിൽ തീപിടുത്തമുണ്ടായത്. അവിടെ ഷോർട്ട് സർക്യൂട്ടാണ് ഈ ഒരു അപകടത്തിന് കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന റിപ്പോർട്ട് പ്രകാരം 21 മരണം ഈ അപകടത്തിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൽ വിദേശ പൗരന്മാരുമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 37-ലധികം പേരെ പരിക്കുകളോടുകൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ നടത്തിയ രക്ഷാപ്രവർത്തനം ദേശീയ ദുരന്ത നിവാരണ സേനയും പോലീസും ഉൾപ്പെടെയുള്ളവർ നടത്തിയിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിലൂടെ 37 പേരെ പരിക്കുകളോടുകൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിൽ 5 പേരുടെ നില ഗുരുതരമാണ്. അതുകൊണ്ട് മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ട്. വിശദമായ അന്വേഷണത്തിന് നിലവിൽ ഉത്തരവിട്ടിട്ടുണ്ട്. ഇവിടെ എത്തിയ പോലീസ് കമ്മീഷണറും MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും വ്യക്തമാക്കിയത് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടക്കുമെന്നാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ കെട്ടിടത്തിന്റെ താഴെ നിലയിൽ പ്രവർത്തിക്കുന്ന റെസ്റ്റോറന്റിന്റെ കിച്ചണിൽ ഷോർട്ട് സർക്യൂട്ടാണ് ഈ ഒരു അപകടത്തിന് കാരണം എന്നാണ് മനസ്സിലാക്കുന്നത്. ഡൽഹി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ മേഖലകളിൽ അത്യുഷ്ണം അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ, ഉഷ്ണ തരംഗമുള്ള സാഹചര്യത്തിൽ ഇത്തരത്തിൽ അപകടത്തിന് സാധ്യതയുണ്ടെന്നും ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ നേരത്തെ നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസവും ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് സമാനമായി കെട്ടിടത്തിന് തീ പിടിച്ച സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏതായാലും ആ കെട്ടിടത്തിന്റെ ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഈ കെട്ടിടത്തിന്റെ 1ഉം 2ഉം നില പൂർണ്ണമായും തീപിടിച്ചിട്ടുണ്ട്. നിലവിൽ ആളുകളെ പൂർണ്ണമായും ഒഴിപ്പിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കിയിരിക്കുകയാണ്. കെട്ടിടത്തിനുള്ളിലെ അവശിഷ്ടങ്ങളും ഫർണിച്ചറുകളും ഉൾപ്പെടെ മാറ്റിക്കൊണ്ട് അവസാനഘട്ട പരിശോധനയും പൂർത്തിയാക്കി. അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉൾപ്പെടെയുള്ളവർ ഇതിനോടകം അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയുമാണ് ഇപ്പോൾ അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാരും ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് എല്ലാ സഹായവും ഉറപ്പാക്കുമെന്നും പരിക്കേറ്റവരുടെ മുഴുവൻ ചികിത്സയും ഉറപ്പാക്കും എന്നുള്ളതുമാണ് മുഖ്യമന്ത്രി രേഖാ ഗുപ്ത വ്യക്തമാക്കിയത്. ഏതായാലും വളരെ ദാരുണമായ സംഭവമാണ് ഇന്ന് രാവിലെ 9 മണിയോടുകൂടി റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം പൂർത്തിയായിരിക്കുകയാണ്. ഉഷ്ണതരംഗം ഉള്ള ഘട്ടത്തിൽ ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രതയും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കും എന്നുള്ളതുമാണ് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നത്. മാളവ്യ നഗറിൽ നിന്നും വിനോദ് കരുവാറ്റയ്ക്കൊപ്പം ജിഷ്ണു കൃഷ്ണൻ, അമൃത ന്യൂസ്. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനുള്ളിൽ കടുത്ത പ്രതിസന്ധി. MLA-മാരുൾപ്പെടെ മുതിർന്ന നേതാക്കൾ പാർട്ടി വിട്ടേക്കും. ഋതുപ്രത ബാനർജിയുടെ നേതൃത്വത്തിൽ പാർട്ടി പിളർത്തി ഔദ്യോഗിക വിഭാഗം രൂപീകരിക്കാനും നീക്കം. നേതാക്കൾ ഒളിച്ചോടിയാലും പോരാട്ടം തുടരുമെന്ന് മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജി വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിട്ടതു മുതൽ തൃണമൂൽ കോൺഗ്രസിനുള്ളിൽ കലാപം പുകയുകയാണ്.
മുതിർന്ന നേതാക്കൾ മമതാ ബാനർജിയുടെ നേതൃത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്തെത്തി. പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിച്ച് പുറത്താക്കിയ ഋതുപത്ര ബാനർജിയുടെ നേതൃത്വത്തിൽ പാർട്ടി പിളർത്തി ഔദ്യോഗിക വിഭാഗം രൂപീകരിക്കാനും നീക്കം നടക്കുകയാണ്. 50 തൃണമൂൽ MLA-മാരുടെ പിന്തുണ തനിക്കുണ്ടെന്ന് അവകാശപ്പെടുന്ന ഋതുപത്ര ബാനർജി പ്രതിപക്ഷ നേതാവാകാൻ ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മമതാ ബാനർജി വിളിച്ച യോഗത്തിൽ 80 MLA-മാരിൽ 20 പേർ മാത്രമായിരുന്നു പങ്കെടുത്തത്. MLA-മാർക്ക് പുറമെ മുതിർന്ന നേതാക്കളും വിമത നീക്കത്തിനൊപ്പം നിൽക്കുകയോ അല്ലെങ്കിൽ പാർട്ടി വിട്ട് BJP-യിൽ ചേരാനും സാധ്യതയുണ്ട്. തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങളിൽ പ്രതിഷേധിച്ച് BJP സർക്കാരിനെതിരെ മമതാ ബാനർജി നേതൃത്വം നൽകിയ പരിപാടിയിലും ഡെറക് ഒബ്രിയാൻ, കല്യാൺ ബാനർജി തുടങ്ങി ചുരുക്കം നേതാക്കൾ മാത്രമായിരുന്നു പങ്കെടുത്തത്. നേതാക്കൾ ഒളിച്ചോടിയാലും പാർട്ടിക്ക് വേണ്ടി ജീവൻ മരണ പോരാട്ടം നടത്തുമെന്നായിരുന്നു മമതയുടെ പ്രതികരണം. ഡൽഹി കേന്ദ്രീകരിച്ച് BJP വിരുദ്ധ പാർട്ടികളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുമെന്നും മമത പറഞ്ഞിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. CBSE-യിൽ പുതിയ ചെയർമാനും സെക്രട്ടറിയും ചുമതലയേറ്റു. പരീക്ഷാ വിവാദങ്ങളെ തുടർന്ന് നേരത്തെ ചെയർമാൻ രാഹുൽ സിംഗ്, സെക്രട്ടറി ഹിമാൻഷു ഗുപ്ത എന്നിവരെ മാറ്റിയിരുന്നു. ആഭ്യന്തര അന്വേഷണത്തിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തി. അതേസമയം വീഴ്ചകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. CBSE +2 പരീക്ഷയിലും പുനർമൂല്യനിർണ്ണയത്തിലും വന്ന വീഴ്ചകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടിടപെട്ടതോടെയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രാലയം കടുത്ത നടപടി ആരംഭിച്ചത്. പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചെയർമാൻ രാഹുൽ സിംഗ്, സെക്രട്ടറി ഹിമാൻഷു ഗുപ്ത എന്നിവരെ സ്ഥലം മാറ്റിയിരുന്നു. CBSE-യുടെ പുതിയ ചെയർമാനായി LP സീതാറാമും സെക്രട്ടറിയായി വരുൺ ഭരദ്വാജും ചുമതലയേറ്റു. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് സാധ്യതയുണ്ട്. S. രാധാ ചൌഹാന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര അന്വേഷണ സമിതിയോട് 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. അന്വേഷണത്തിന്റെ ഭാഗമായി സമിതി ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തി. ഉദ്യോഗസ്ഥർക്കെതിരെ മാത്രം നടപടിയെടുത്ത് മുഖം രക്ഷിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കമെന്നും ഉത്തരവാദിത്തം ഏറ്റെടുത്ത വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. വിഷയത്തിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാനുള്ള വെബ്സൈറ്റിന് നേരെ വീണ്ടും സൈബർ ആക്രമണമുണ്ടായെന്നും വിദ്യാർത്ഥികൾക്ക് ശനിയാഴ്ച വരെ അപേക്ഷ സമർപ്പിക്കാമെന്നും CBSE അറിയിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കർണാടകയിൽ DK ശിവകുമാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ലോക് ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ താവർചന്ദ് ഗെഹ്ലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഭരണഘടനയുടെ ചെറുപതിപ്പ് കയ്യിലേന്തിയായിരുന്നു DK ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്തത്. മലയാളികളായ KJ ജോർജും UT ഖാദറും അടക്കം 13 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. G പരമേശ്വരയാണ് ഉപമുഖ്യമന്ത്രി. സിദ്ധരാമയ്യ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്നു. G പരമേശ്വര. രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, കർണാടക മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, കേരള മുഖ്യമന്ത്രി VD സതീശൻ, രമേശ് ചെന്നിത്തല, PC വിഷ്ണുനാഥ് അടക്കമുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. കർണാടകയുടെ 18ാമത് മുഖ്യമന്ത്രിയാണ് DK ശിവകുമാർ. 8 തവണ MLA ആയ ശിവകുമാർ ഒക്കലിംഗ വിഭാഗത്തിൽ നിന്നുമുള്ള നേതാവാണ്. കുഞ്ഞുങ്ങൾക്കായി സമയം കണ്ടെത്തണമെന്ന് സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവി. അണുകുടുംബങ്ങളിലെ തിരക്കിനിടയിൽ കുഞ്ഞുങ്ങളിൽ അമ്മയെന്ന ബോധം നഷ്ടപ്പെടുന്നു. കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകാതിരിക്കാൻ പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്നും സ്നേഹത്തിന് ഭൂമിയെ സ്വർഗമാക്കാൻ കഴിയുമെന്നും അമ്മ പറഞ്ഞു. തൃശൂർ ബ്രഹ്മസ്ഥാന മഹോത്സവത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു അമ്മ. അമ്മയുടെ ദർശന പുണ്യം തേടി പൂരത്തിന്റെ നാട്ടിലേക്ക് എത്തിയത് ആയിരങ്ങളാണ്. 6 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം വീണ്ടും വടക്കുംനാഥന്റെ മണ്ണിലെത്തിയ സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവിയെ വരവേൽക്കാൻ പ്രമുഖരുടെ വൻനിരയെത്തി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അമ്മയെ വേദിയിലേക്ക് ആനയിച്ചു. ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമൽ, സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ, ശ്രീരാമകൃഷ്ണ മഠത്തിലെ സ്വാമി നന്ദാത്മജാനന്ദ, ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ AV ഗോപിനാഥ് തുടങ്ങിയവർ അമ്മയെ ഹാരാർപ്പണം ചെയ്തു. തൃശൂർ ജില്ലയിലെ അമൃതശ്രീ അംഗങ്ങൾക്കുള്ള സാരി വിതരണവും പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈ വിതരണവും വേദിയിൽ നടന്നു. തിരക്കുകൾക്കിടയിൽ കുഞ്ഞുങ്ങൾക്കായി സമയം കണ്ടെത്തണമെന്ന് പറഞ്ഞ അമ്മ കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമായി നിലനിർത്താൻ ആഹ്വാനം ചെയ്തു. ഈ പ്രപഞ്ചത്തിലെ സകല ജീവരാശികളെയും പരസ്പരം ബന്ധിച്ചിരിക്കുന്ന സ്നേഹമാണ്. മനുഷ്യായാലും മൃഗമായാലും അമ്മയും കുഞ്ഞിനോടും കുഞ്ഞിനെ അമ്മയോടും ബന്ധിച്ചിരിക്കുന്ന സ്നേഹമാണ്. എന്നാൽ നമ്മൾ ആ സ്നേഹത്തിന് വേണ്ടി നമ്മുടെ ജീവിതം അലയുന്നു. അത് കിട്ടാതെ മരിക്കുകയും ചെയ്യും. സത്യത്തിൽ ഏറ്റവും അടുത്തറിയുന്നതും പരിചയമുള്ള പാവം സ്നേഹമാണ്. അത് നമ്മുടെ സ്വരൂപമാണ്. സ്വരൂപം ഒരിക്കലും മാറ്റാൻ കഴിയും. തൽക്കാലം മറവിതം സംഭവിക്കും. അതിനെ ഇല്ലാണ്ടാക്കാൻ നമ്മുടെ സത്തായി ഒരിക്കലും വേർപെടുത്താൻ കഴിയാതെ ദീപാംശമാണ് എപ്പോഴും നമ്മളുണ്ടാകും.
തനിമയെ നശിപ്പിക്കാൻ സാധിക്കും. അതാണ് ജീവിതം കൊണ്ട് നേടേണ്ടത്. ആ സ്നേഹമാണ്, അതാണ് ജീവിതം കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ടത്. തുടർന്ന് നടന്ന അമൃത സംഗീതത്തിൽ സദസ്സ് ഭക്തിയിൽ ലയിച്ചു. ജീവിത തിരക്കുകൾക്കിടയിലും അമ്മയെ കാണാനെത്തിയ ഭക്തമനസ്സുകൾക്ക് ശാന്തി പകർന്ന ധ്യാനത്തിനു ശേഷം അമ്മയ്ക്കായി മക്കളുടെ ആരതി സമർപ്പണം. വർഷങ്ങൾക്ക് ശേഷം തൃശൂരിലെത്തിയ അമ്മയുടെ അമൃത ദർശനത്തിനായി ആയിരങ്ങളാണ് ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവ വേദിയിലേക്ക് എത്തുന്നത്. അമൃത ന്യൂസ്, തൃശൂർ. എവിടെയാണെങ്കിലും സമയം കണ്ടെത്തി അമ്മയെ കാണാൻ ഓടിയെത്താറുണ്ടെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. എംപിയും മന്ത്രിയുമൊക്കെ ആയതിനു ശേഷം അമ്മയെ തൃശൂർക്കാർക്ക് വേണ്ടി സ്വീകരിക്കാൻ സാധിച്ചു. വേദിയിലേക്ക് അമ്മയെ ആനയിക്കാൻ സാധിച്ചതിൽ ദൈവത്തിന് നന്ദിയെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അയ്യന്തോൾ ബ്രഹ്മസ്ഥാനത്ത് സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവിയെ ദർശിച്ചതിന് ശേഷം സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. പക്ഷേ ഒരു അധിക സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ തൃശൂർ മണ്ഡലത്തിന്റെ MP എന്ന നിലയ്ക്ക് എനിക്ക് അമ്മയെ ഈ വേദിയിലേക്ക് ആനയിക്കാൻ സാധിച്ചു. അമ്മയെ സ്വാഗതം ചെയ്യുവാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. തൃശ്ശൂരിലെ അമ്മയുടെ ഇഷ്ടം വാരിക്കൂട്ടി അമ്മയ്ക്ക് വേണ്ടി ഒരു വർഷം കാത്തിരിക്കുന്ന ഒരു വലിയ ഭക്തജന സഭയ്ക്ക് അമ്മ ഈ അവസരം നൽകിയതിനുള്ള നന്ദി അറിയിക്കുന്നു. അമ്മയുടെ അനുഗ്രഹ വർഷം അവരിലേക്ക് പതിക്കുന്നത് വഴി ഇവിടെ എത്താൻ സാധിക്കാതെ പോയവർക്കും കൂടി, പ്രത്യേകിച്ച് കുഞ്ഞു മക്കളുടെ സമൂഹത്തിന് മുഴുവൻ, കേരളത്തിലെ മക്കൾക്കെല്ലാം ഈ അനുഗ്രഹം ചെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹത്തിലൂടെ ചെന്ന് പതിക്കണേ എന്ന പ്രാർത്ഥനയോടെ ഈ മണ്ണിനും ആ അനുഗ്രഹം വന്ന് വർഷിക്കണേ എന്ന ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടി അമ്മയെ വണങ്ങിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹം, നന്ദി, നമസ്കാരം. നന്മയുടെയും കാരുണ്യത്തിന്റെയും മഹാസാഗരമാണ് അമ്മയെന്ന് ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ. അമ്മയെ ഹാരാർപ്പണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എൻ്റെ മനസ്സ് നിറയെ അമ്മയാണ്. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ അമ്മയാണ്. അമ്മ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്നേഹം മാത്രമാണ്. അമ്മയുടെ നെഞ്ചോട് ചേർത്ത് എന്നെ അടുപ്പിച്ചപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അമ്മയുടെ ഭാഗമായി മാറി. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും തന്നെ നമ്മുടെ സ്വന്തം അമ്മയുടെ കൂടെ ചേരാനാണ്. അമ്മയ്ക്ക് എൻ്റെ അമ്മയ്ക്ക് ഞാൻ മംഗളം പറയാൻ ഞാനാരാണ്. അമ്മയ്ക്ക് ആരോഗ്യ സർവകലാശാലയുടെ ഈ ആസ്ഥാനത്തിൽ വന്നു ചേർന്നതിനുള്ള നന്ദി പറയാനേ എനിക്ക് കഴിയുള്ളൂ. അമ്മയ്ക്ക് സ്വാഗതം, അമ്മയോടുള്ള നന്ദി. നമുക്ക് എല്ലാവർക്കും അമ്മയുടെ കൂടെ ചേരാം. ഇത് നന്മയുടെ മഹാസമുദ്രമാണ്, സന്തോഷത്തിൻ്റെ ഒരു മഹാസമുദ്രമാണ്, കാരുണ്യത്തിൻ്റെ ഒരു മഹാസമുദ്രമാണ്. ഈ സമുദ്രത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ തുള്ളിയായി അമ്മയുടെ കൂടെ അറിയാം. നമസ്തേ. കൊട്ടിയൂരിൽ വൻ ഭക്തജന തിരക്ക്. വൈശാഖ മഹോത്സവത്തിന്റെ ആദ്യ ദിനം മുതൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി ഭക്തരാണ് യാഗഭൂമിയിൽ എത്തിച്ചേർന്നത്. ഭക്തർക്കായി വിപുലമായ സൗകര്യമാണ് ഇത്തവണ കൊട്ടിയൂർ ദേവസ്വം ഒരുക്കിയിട്ടുള്ളത്. മഹോത്സവം ആരംഭിച്ചതിന് പിന്നാലെ കൊട്ടിയൂർ അക്കരെ ക്ഷേത്രത്തിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ആദ്യ ദിനങ്ങളിൽ തന്നെ 10 ലക്ഷത്തിലധികം ഭക്തർ എത്തിച്ചേർന്നു. മനസ്സിന് നവോന്മേഷം പകരുന്ന അനുഭൂതിയാണ് ക്ഷേത്ര ദർശനത്തിന് ശേഷം ലഭിച്ചതെന്ന് ഭക്തർ പറഞ്ഞു. இங்கே வாங்க, நல்லா இருக்குது கோயில், ரொம்ப நல்லா இருக்குது, நல்லா தர்ஷனம் ஆயிடுச்சு, நல்லா சாமி பவர்ஃபுல் சாமி, ஃபர்ஸ்ட் டைம் வந்தோம், சூப்பராக இருக்குது എക്സ്പീരിയൻസ്. ഭക്തരുടെ തിരക്ക് മുന്നിൽ കണ്ട് വിപുലമായ ക്രമീകരണങ്ങളാണ് കൊട്ടിയൂർ ദേവസ്വം ഒരുക്കിയിട്ടുള്ളത്. ഏകദേശം 10 ലക്ഷത്തോളം ആളുകൾ നിലവിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക്. ഒരു നെയ്യാട്ടത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. പക്ഷേ ആ സമയങ്ങളിലൊക്കെ
നാട്ടിലുള്ള ആളുകളാണ് പൊതുവെ നമ്മൾ കണ്ടുവരാറുള്ളത്. നെയ്യാട്ട ദിവസം തന്നെ കർണാടകയിൽ നിന്നുള്ള ഒരു ഒഴുക്ക് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. അതുപോലെ തന്നെ ഭണ്ണാര എഴുന്നള്ളത്ത് ദിവസം തന്നെ ഒരുപാട് അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ 3-4 ദിവസമായി ഒരു 1.5 ലക്ഷം ആളുകൾ ദിവസവും ഇവിടെ ദർശനത്തിന് വേണ്ടി എത്തുന്നുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യവും ദേവസ്വം ഒരുക്കിയിട്ടുമുണ്ട്. വൈശാഖോത്സവത്തിലെ ആദ്യ ആരാധനയായ തിരുവോണം ആരാധന വെള്ളിയാഴ്ച നടക്കും. 4 ആരാധനകളാണ് വൈശാഖോത്സവത്തിനുള്ളത്. അമൃത ന്യൂസ്, കണ്ണൂർ. വാവേലിക്കെട്ട് വിവാദത്തിൽ മറുപടിയുമായി കൊട്ടിയൂർ ദേവസ്വം ആചാരലംഘനങ്ങളെയും കടന്നുകയറ്റത്തെയും ശക്തമായി എതിർക്കും. ചിലർ ബോധപൂർവമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായും ദേവസ്വം കുറ്റപ്പെടുത്തി. അടിസ്ഥാനരഹിതമായ പ്രചാരണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും കൊട്ടിയൂർ ദേവസ്വം വ്യക്തമാക്കി. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം 2026 നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു വാവലിക്കെട്ട് എന്ന് പറഞ്ഞ് ഒരു മുസ്ലിം സമുദായത്തിന് അതിൽ അധികാരമുണ്ടെന്നും പാറപ്പുറം തറവാട്ടുകാർക്ക് വാവലിക്കെട്ട് മുന്നേ നടത്തി വരുന്നുണ്ടോ എന്നുള്ള ഒരു ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ടുള്ള ഒരു വ്യാഖ്യാനം സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിക്കുന്നത് ദേവസ്വത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെ ഒരു ചടങ്ങ് നിലവിലില്ലാത്ത ഒരു ചടങ്ങാണ്. ഇങ്ങനെയൊരു മുസ്ലിം സമുദായത്തിന് കൊട്ടിയൂർ ദേവസ്വത്തിന്റെ യാതൊരു ചടങ്ങിലും ഒരു പ്രാധാന്യവുമില്ല എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാണ്. അങ്ങനെയിരിക്കെ ദുരുദ്ദേശപരമായി ഈ ഒരു ഹിന്ദു ക്ഷേത്രത്തിന്റെ മഹിമ താഴ്ത്തുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇതിനെതിരെ നിയമപരമായ നടപടികൾ ദേവസ്വം സ്വീകരിക്കുന്നതാണ്. അദ്ദേഹം കർണാടകയിലുള്ള ഒരു മന്ത്രി ലെവലിലുള്ള ഒരു മിനിസ്റ്റർ ലെവലിലുള്ള ഒരു അധികാരിയാണ് എന്നാണ് അവിടെ വന്നപ്പോൾ മനസ്സിലായത്. അദ്ദേഹത്തെ സ്വീകരിച്ചത് പോലീസാണ്. പോലീസിന്റെ അകമ്പടിയോടുകൂടിയാണ് അദ്ദേഹം വന്നത്. ദേവസ്വത്തിന്റെ യാതൊരു പ്രതിനിധികളും അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടില്ല. അന്നത്തെ ദിവസം അദ്ദേഹം നീരെഴുന്നള്ളത്ത് എന്നുള്ള ഒരു ചടങ്ങ് നടക്കുന്ന ഒരു ദിവസം 2 പേര് കൊട്ടിയൂർ ദേവസ്വത്തിന്റെ ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ അടുത്ത് വന്നിരുന്നു. അത് സത്യമാണ്. അദ്ദേഹം വന്നത് എന്തിനാണ് എന്നുള്ള കാര്യം മറച്ചുവെച്ചുകൊണ്ട് ഒരു മനഃപൂർവ്വം ഒരു ശ്രദ്ധ തിരിച്ചുകൊണ്ട് അവർ നമ്മുടെ പുഴയിൽ പോവുകയും ആ പുഴയിൽ 2 കല്ലെടുത്ത് വെക്കുകയാണ് ചെയ്തത്. ആ 2 കല്ലെടുത്ത് വെച്ചതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ല. അങ്ങനെ 3-4 പേര് വീഡിയോ അത് പകർത്തി സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിച്ച് ഇത് ചടങ്ങാണ് എന്നും മുസ്ലിം സമുദായത്തിന് ശബരിമലയിലെ വാവര് പള്ളിയുള്ളതുപോലെ കൊട്ടിയൂർ അമ്പലത്തിൽ വാവലിക്കെട്ട് ചടങ്ങുണ്ട് എന്ന് ഉള്ള രീതിയിലുള്ള വ്യാഖ്യാനം വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു കാരണവശാലും ദേവസ്വത്തിന് അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്നതല്ല. ഇത് ദേവസ്വത്തിന്റെ നിലപാടല്ല. ഇതിനു വേണ്ടി കമ്മ്യൂണലായിട്ടുള്ള ഒരു വലിയൊരു പ്രശ്നം ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോധപൂർവമായ ശ്രമം നടത്തിയത് ഈ നാട്ടിലെ നല്ലവരായ മുസ്ലിങ്ങളുമല്ല, അത് കർണാടകത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തിയാണ് എന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ദേവസ്വത്തിന്റെ ഭാഗത്തുനിന്ന് അറിയിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം വ്യാജമായ ആളുകൾ വന്ന് വ്യാജമായ ചടങ്ങുകൾ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നാൽ അതിനെ ദേവസ്വം പ്രതിരോധിക്കും. യാതൊരു സംശയമില്ല. ഇതൊരു ഹിന്ദു ക്ഷേത്രമാണ്. ഹിന്ദു ആചാരങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ മുന്നേറ്റം ഉണ്ടാവും. ദേവസ്വം നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ഇത്തരം വ്യാജന്മാരായിട്ടുള്ള അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഈ ക്ഷേത്രത്തിൽ വരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നത് ഖേദകരമാണ്. ഇത് ക്ഷേത്രത്തെ തകർക്കാനുള്ള ഒരു നടപടിയായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് ഹിന്ദു ജനത മനസ്സിലാക്കും. ഇനി ആ വ്യക്തികൾ ഈ കൊട്ടിയൂരിന്റെ മണ്ണിൽ കാലുകുത്താതെ നോക്കാൻ ദേവസ്വത്തിനും ഇവിടുത്തെ ഹിന്ദു ജനതക്കും അറിയാം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കൊട്ടിയൂർ ഉത്സവത്തെ സംബന്ധിച്ചുള്ള മാവിലിക്കെട്ട് എന്ന് പറഞ്ഞൊരു വിവാദം ഇപ്പോൾ ഇവിടെ നിന്ന് കത്തുകയാണ്. യാതൊരു വസ്തുവും ഇല്ലാത്ത ഒരു കാര്യമാണത്. ഇപ്പോൾ വാവിലിക്കെട്ട്, ഈ ബണ്ട് കെട്ട്, അത് നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് കരാറ് ടെൻഡർ ഇത് കൊടുക്കലാണ്. അല്ലാതെ അങ്ങനെ ഒരാൾ വന്നിട്ട് ഇവിടെ കെട്ടലോ ഒന്നുമില്ല. എനിക്ക് 80 വയസ്സായി. ഈ വയസ്സിലിടയ്ക്ക് അങ്ങനെ ഒരു സംഭവം കടന്നതായിട്ട് എനിക്കറിയില്ല. ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കാനും എന്തോ ദുരുദ്ദേശപരമായിട്ടാണ് ഇവിടെ കടന്നുകൂടാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിരുന്നു ഈ വിവാദം എന്നാണ് എനിക്ക് മനസ്സിലായത്. ചില ആൾക്കാരൊക്കെ അവർ സ്വാധീനിച്ചിട്ടുണ്ട്.
അത് ചില ആൾക്ക് സ്വാധീനിക്കാൻ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ആ ഭാഗത്ത് സ്വാധീനിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഇവിടെ യാതൊരു അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായിട്ടില്ല. ദേവസ്വം ഞാൻ അദ്ദേഹം വന്ന് അവിടെ നിന്ന് ഈ സുബ്രഹ്മണ്യ മാഷ് എന്ന് പറഞ്ഞ ഒരാളോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. ഇതിനെ പറ്റിയല്ല, വേറെ ഒരു കാര്യങ്ങളെ പറ്റി. അതിന്റെ പുറകുവശത്തെ കൂടി ഞാൻ കടന്നു പോകുമ്പോൾ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. ഞാൻ അദ്ദേഹത്തെ സംസാരിക്കുകയോ ഒരു അക്ഷരം മിണ്ടുകയോ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ വരവ് ദുരുദ്ദേശപരമായിരുന്നു എന്ന് പിന്നീടാണ് നമുക്ക് മനസ്സിലായത്. ആദ്യം മനസ്സിലായിട്ടില്ല. ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാളോട് സംസാരിക്കുമ്പോൾ അതിൽ ദുരുദ്ദേശം ഉണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. അദ്ദേഹം അതിന്റെ ദുരുദ്ദേശപരമായിട്ട് വന്നതുകൊണ്ടാണ് ഇതിന്റെ പല വീഡിയോ എടുത്തിട്ടാണ് പോയി. അയാൾ എന്തോ പ്രാർത്ഥന നടത്തിയിരുന്നു, ആ പ്രാർത്ഥനയുടെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് സതുദ്ദേശമല്ല എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എത്രയോ ആയിരക്കണക്കിന് ആളുകൾ പ്രാർത്ഥന നടത്തുന്നുണ്ട്, അവരൊന്നും വീഡിയോ എടുക്കുന്നില്ലല്ലോ. ഇദ്ദേഹം വീഡിയോ എടുത്ത് എന്തുകൊണ്ടാണ് പ്രാർത്ഥനന്റെ? അപ്പോൾ ദുരുദ്ദേശപ്പെടുത്തുകൊണ്ട് ഒരാൾ വരുമ്പോൾ തന്നെ നമ്മളയാൾ ദുരുദ്ദേശപ്രതിതാന്ന് വിചാരിക്കാൻ യാതൊരു സാധ്യതയില്ലല്ലോ. പിന്നീടാണ് നമുക്കത് മനസ്സിലായത്. അത് പ്രതീകാത്മകമായിട്ട് ഭാവിയിൽ കല്ലിടുവോ എന്തോ ചെയ്തു. ഭാവിയിൽ വെള്ളം പോലും ഇല്ല, അവിടെ കല്ലിടുവോ എന്തോ ചെയ്തു എന്നാ പറഞ്ഞത്. അതിന്റെയും വീഡിയോ എടുത്തിരിക്കുന്നു, അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. അതൊക്കെ അടിസ്ഥാനം, അദ്ദേഹത്തിന്റെ അടിസ്ഥാനം ഇല്ലാന്ന് മാത്രമല്ല, അയാളെ പ്രവൃത്തി മുഴുവനും ദുരുദ്ദേശപ്രേരിതമാണ്. കൊട്ടൂരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അല്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉന്നയിച്ചാലേ നമ്മൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും. പിന്നെ പല ആൾക്കാർക്കും പല ഉദ്ദേശമാണ്. എല്ലാവർക്കും ഒരു ഉദ്ദേശമല്ലല്ലോ. അദ്ദേഹം അങ്ങന്ന് ഇവിടത്തേക്ക് വന്ന് അദ്ദേഹത്തിന്റെ കുടുംബയോഗം തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഞാൻ എവിടെയോ വായിച്ചു. അപ്പോൾ ആ കുടുംബത്തിന് മൊത്തം ഈ ദുരുദ്ദേശമുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം ഒന്നും ഇവിടെ ഇതിനു മുമ്പ് എത്രയോ വർഷമായിട്ട് ഞാൻ ഇന്ന് വരെ വന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതിന് ഒരു പൊടുന്നനെ ഒരാൾ ഇവിടെ ഇങ്ങനെ വരണമെങ്കിൽ എന്താ കാര്യങ്ങൾ? അപ്പോൾ എന്തോ ദുരുദ്ദേശമാണ്. ഇനിയിപ്പം കൊട്ടൂർ ദേവസ്ഥത്തിന്റെ ഭൂമിയെല്ലാം വഖഫ് ബോർഡാണ് ഭൂമിയാണെന്ന് നാളെ പറഞ്ഞുകൂടായില്ല, അതും അയാൾ പറയും. അപ്പോൾ അതൊന്നും നമ്മൾ സൂക്ഷിക്കണം. അയാള് ശരിയായ മാർഗത്തിലല്ല അവിടെ വന്നിട്ടുള്ളത്. വെറും ദുരുദ്ദേശപരവും ഒരു ആരെല്ലോ ചെറിയ ആൾക്കാരൊക്കെ ഇതിന്റെ പുറകിലുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. കർണാടക ഗവൺമെന്റിന്റെ പ്രതിനിധി എന്ന് അയാൾ വരുമ്പോൾ നമ്മളയാളെ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. ഒരു കൊട്ടൂർ ദേവസ്ഥന്റെ വന്ന് ഉത്സവം തുടങ്ങുന്നതിന് മുന്നിൽ അക്കരെയാണ് വരുന്നത്. അയാള് വരുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. പിന്നീട് അയാൾ ഇത് ഫേസ്ബുക്കിലും മറ്റും കൊടുക്കുമ്പോഴാണ് നമ്മളിത് അറിയുന്നത്.